ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 353-ാമത്തെ സെഷനാണല്ലോ ഇത്. പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായുള്ള ധ്യാനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 10ാമത്തെ ദിവസം, പെന്തക്കോസ്തായുടെ വിശുദ്ധമായ ദിവസം. നമുക്കിന്ന് ഈ ഒരു സെഷൻ അല്പം പ്രത്യേകമായ രീതിയിൽ നമ്മൾ കുറേ കൂടെ പ്രാർത്ഥനയും ആരാധനയും പരിശുദ്ധ അഭിഷേകത്തിനായുള്ള ഒരു ചെറിയ ശുശ്രൂഷയും അതിനൊരുക്കമായിട്ട് പൈശാചിക അരൂപിയെ സഭയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയും അതിന് മുമ്പായിട്ട് മാമോദിസ വ്രതങ്ങളുടെ നവീകരണവും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. നമ്മളൊരല്പം സമയം കൂടുതൽ ഇതിനകത്ത് വരുമായിരിക്കും എന്ന കാര്യം ഞാൻ ആദ്യം ഓർപ്പിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ 9 ദിവസങ്ങളിൽ പാലാരൂപതയുടെ ഇവാഞ്ചലൈസേഷൻ്റെ ആഭിമുഖ്യത്തിലും ഒരു പെന്തക്കോസ്ത ഒരുക്ക ധ്യാനം നടന്നുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ. കുറച്ച് പേരെല്ലാം അതും കൂടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായ ചിന്തകളാണ് 2 ധ്യാനങ്ങളിൽ ഞാൻ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഈ ഇന്നത്തെ സെഷനിലെ പ്രാർത്ഥനയുടെ ഭാഗം 2 ഗ്രൂപ്പിനും കൂടെ ഒരുമിച്ച് എന്നപോലെ ചെയ്യാനാണ് എൻ്റെ കൂടെ പ്രേരണ കിട്ടുന്നത്. അതങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ നമ്മൾ വിചിത്രതയിൽ കടക്കുന്നതിന് മുമ്പ് പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു വരികയായിരുന്നല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ ചിന്ത ശക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പെന്തക്കോസ്ത കൊണ്ട് നിർത്താവുന്ന ഒരു ധ്യാനമല്ല പെന്തക്കോസ്തയുടെ ധ്യാനം. പെന്തക്കോസ്ത ഒരു വലിയ ആരംഭമായിരുന്നു, സഭയുടെ ഉദ്ഘാടനമായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ധ്യാനവും ഒരല്പം കൂടെ തുടരേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു പെന്തക്കോസ്ത അനന്തര ധ്യാനം, അങ്ങനെ കുറേ സെഷൻ എന്ന് വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെൻ്റെ കൂടെ ബോധ്യം കിട്ടുകയാണ്. അപ്പസ്തലന്മാർ 9 ദിവസം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ അഭിഷേകം നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അതോടെ അവിടെ പ്രാർത്ഥന അവസാനിക്കുകയല്ല ചെയ്തത്. പിന്നെ അങ്ങോട്ട് കത്തി എരിയുന്ന പ്രാർത്ഥനയിൽ അവർ നിരന്തരം സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഒരുമിച്ച് കൂടി വീണ്ടും പ്രാർത്ഥിച്ചും എല്ലാമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ആ ഒരു നീക്കത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നയിക്കല് നിരന്തരം ആവശ്യമായിരുന്നു. അതവർ പലപ്പോഴും പ്രാർത്ഥന വഴി എടുക്കുന്നതായിട്ട് നമുക്ക് അപ്പസ്തലപ്രവൃത്തിയിൽ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ദിവസം 9 ദിവസം ഒരുങ്ങി അത് വെച്ച് ഇന്ന് പ്രാർത്ഥിച്ച അഭിഷേക നിറവിലേക്ക് വരുന്നു. ഇതിന് മുന്നോട്ട് നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അനനിയാസും സഫീറായും അപ്പസ്തലപ്രവർത്തനം 5 നമ്മൾ കാണുന്നുണ്ടല്ലോ. പെന്തക്കോസ്തായുടെ അഭിഷേക അപ്പസ്തലന്മാർ പങ്കുവെച്ചപ്പോൾ കൂട്ടത്തിൽ കൂടി മാമോദിസ മുങ്ങി സഭയിലെ അംഗങ്ങളായി. ആദിമകൂട്ടായ്മയിൽ വളരെ മുൻപന്തിൽ തീഷ്ണതയിൽ നിന്നിരുന്ന ദമ്പതികളാണ്. അവരുടെ വസ്തുക്കളെല്ലാം വിറ്റ് പൊതുവായിട്ട് കൊടുക്കാനുള്ള വലിയ പ്രേരണ കിട്ടി.
അങ്ങനെ അവർ അതിനായിട്ട് ഉദ്യമിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് വെച്ച് സാത്താൻ അവരുടെ ഉള്ളിൽ ചിന്തയിട്ട് കൊടുത്തു, സ്വാർത്ഥതയുടെ. നമുക്കറിയാം, അത് വെച്ചാൽ കുറച്ച് ഭാഗം മറച്ചു വെച്ചു. ബാക്കിയും കൊണ്ട് അപ്പോസ്തലന്മാരുടെ പത്രോസിന്റെ മക്കൾ വന്നിട്ട് പറയുകയാണ്, ഇതാണ് ഞങ്ങൾ സ്ഥലം വിറ്റ് കിട്ടിയ പണമാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസ് അപ്പോസ്തലന്റെ ഉള്ളിൽ ശക്തമായ ബോധ്യം കൊടുത്തു, ഇതിനകത്തൊരു സാത്താന്റെ വഞ്ചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും ഇതുവരെ രൂക്ഷമെന്ന് തോന്നാവുന്ന രീതിയിലും ചോദിക്കുകയാണ്. 3-ാം വാക്യം, പത്രോസ് അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? സാത്താൻ ഹൃദയത്തെ പ്രേരിപ്പിച്ചു പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ വെച്ചാണ് സ്ഥലം വിറ്റത്, സമർപ്പിക്കാവുന്ന തീരുമാനമെടുത്തത്. പക്ഷേ അതിനിടയിൽ സാത്താന്റെ സ്വരം വന്ന് കയറിയപ്പം ഈ വിൽപ്പനയ്ക്കും പണമായിട്ട് കൊണ്ടുവരുന്നതിന് ഇടയ്ക്ക് അല്പം വഞ്ചന, വ്യാജം. നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് എന്ന് പറയുമ്പോഴേക്കും അവർ ഉരുണ്ടു വീണ് മരിക്കുന്ന ഒരു സംഭവം കാണുകയാണ്. വൈദ്യുതി വീടുകളിൽ അത്യാവശ്യമാണ്, വലിയ ഉപകാരമാണ്. പക്ഷേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഷോക്കടിച്ചാൽ ആള് ജീവൻ പോലും പോകാം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മ ശക്തി, സ്വർഗത്തിന്റെ ശക്തി, അത് നമ്മുടെ ജീവിതത്തിൽ കണക്ഷൻ എടുക്കുകയാണ്. വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന പോലെയാണ് പരിശുദ്ധാത്മ ശക്തി സ്വർഗത്തിന്റെ കണക്ഷൻ എടുക്കുകയാണ്. അപ്പൊ സ്വർഗത്തിന്റെ വൈദ്യുതി പവർ കണക്ഷൻ ശക്തി നമ്മൾ എടുത്തു കഴിയുമ്പം ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ നീങ്ങുന്നത് ശ്രദ്ധിച്ച് വേണം നീങ്ങാൻ. അതല്ല എങ്കിൽ നമുക്കത് വലിയ അപകടം ഉണ്ടാക്കാം. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാനും കെടുത്തിക്കളയാനൊക്കെ ഇടവരുമ്പോൾ അത് വലിയ ദൈവ തിരസ്കരണവും നിന്ദയൊക്കെയാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് വളരെ ജാഗ്രത ആവശ്യമുണ്ട്. അത് ആ ഒരു ചിന്തയാണ് അടിസ്ഥാനപരമായിട്ടൊന്ന് ഈ ഒരു പന്തക്കുസ്ത അനന്തര ധ്യാനത്തിലേക്ക് ചിന്തിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണ വന്നത്. അപ്പൊ നമുക്ക് കിട്ടിക്കുന്ന അഭിഷേകം വെച്ച് നമ്മളിപ്പോൾ ആരംഭിക്കുന്ന ഈ ഒരു നവീകരിച്ചുള്ളൊരു പുതിയൊരു ജീവിതത്തിന്റെ കരുത്തുള്ള ഒരു ഘട്ടം നമ്മളിപ്പോൾ ആരംഭിക്കുന്നു. അത് നമുക്ക് കൃത്യമായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ തന്നെ നയിക്കപ്പെട്ടാണ് പോകുന്നതെന്ന് ഉറപ്പാക്കണം. ഉള്ള മാർഗം എന്താണ്? വചനം പഠിപ്പിക്കുന്നുണ്ട്, ഫലത്തിൽ നിന്ന് വേണം വൃക്ഷത്തെ അറിയാൻ. ഈശോ അത് പറയുന്നത് നമുക്കറിയാം. മത്തായി 7-12 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും പ്ലാവിൻ്റെയോ മാവിൻ്റെയോ തെങ്ങിൻ്റെ കാര്യം ഒന്നുമല്ല വൃക്ഷവും ഫലവും എന്ന് ഈശോ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന, മറിച്ച് നമ്മുടെ ജീവിതങ്ങളാണ്. അവിടെ വൃക്ഷമെന്ന് പറയുന്നത് ആത്മാവാണ്, ഫലമെന്ന് പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നറിയും, പരിശുദ്ധാത്മാവിന് ഫലങ്ങളുണ്ടാകുന്നു. പൈശാചിക അരൂപി ഒരു വ്യക്തിയിൽ സ്വാധീനിച്ചാൽ, ആവസിച്ചാൽ പൈശാചിക അരൂപിയുടെ ഫലങ്ങൾ ഉണ്ടാകും. അരൂപിയെ നമുക്ക് കാണാൻ പറ്റിയല്ല. അരൂപി പിശാച് സാത്താൻ പോലും മാലാഖയുടെ സാദൃശ്യത്തിൽ വരാം. ദൈവദൂതന്റെ പ്രഭാപൂർണമായ സാദൃശ്യത്തിൽ മാലാഖയ്ക്ക് വരാൻ സാധിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ എങ്ങനെ കാണപ്പെടുന്നു, എങ്ങനെ നമുക്ക് തോന്നി എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാനായിട്ട് പറ്റിയല്ല. ഫലത്തിൽ നിന്ന് വേണം ഉറപ്പിക്കാനായിട്ട്. ചില വലിയ അഭിഷേകമായിട്ടും സ്തുതിപ്പായിട്ട് പോലും, അല്ലെങ്കിൽ വരദാനങ്ങളോ അത്ഭുത പ്രവൃത്തികളോ ദർശനങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് പോലും സാത്താൻ്റെ ഇടപെടലും പ്രവർത്തിക്കാം. അപ്പം അങ്ങനെയുള്ള വരങ്ങള്, സിദ്ധികൾ ഒരു വ്യക്തി കാണുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ പൈശാചിക അരൂപിയുടെ ആണോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഗൗരവമാണ്. ഫിലിപ്പിയില് നമ്മുടെ അപ്പസ്തലപ്രവർത്തനം 16-ാം അധ്യായത്തില് പൗലോസ് ശീലാസ് പോകുമ്പം ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ്, ഭാവി പറഞ്ഞു കൊടുക്കുന്നു ഒരാത്മാവ്. ആ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പ്രവാചകര് ഭാവി പല കാര്യങ്ങളും പ്രവചിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഇത് വരുന്നത്. പൈശാചിക അരൂപിക്കും മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറെയെല്ലാം അറിയാം, സംഭവിക്കാൻ സാധ്യത കാര്യങ്ങൾ കുറെയെല്ലാം അറിയാം. കാരണം അവർക്ക് സ്ഥല സമയ പരിമിതിയില്ല. അപ്പൊ അങ്ങനെയുള്ള സിദ്ധികൾ മനുഷ്യന് പ്രവർത്തിക്കാം. അപ്പൊ അവിടെ പൗലോസ് അപ്പോസ്തലൻ അസ്വസ്ഥത വന്നു. അതുകൊണ്ട് അവിടെ പൈശാചിക അരൂപിയെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ ഇറക്കി വിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് വരങ്ങള്, സിദ്ധികള്, അത്ഭുത പ്രവർത്തനങ്ങളോ മറ്റെന്തുമായിക്കോട്ടെ, അത് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റിയല്ല. പിന്നെ എങ്ങനെ ഉറപ്പാക്കാൻ പറ്റുന്നത്? ഫലങ്ങളിലൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 9 എണ്ണം. സഭയുടെ ഒരു പഴയ പാരമ്പര്യത്തില് 12 ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.
വൾഗേറ്റ് ബൈബിൾ എന്നുള്ള ലത്തീൻ ബൈബിൾ വിവർത്തനം 4-ാം നൂറ്റാണ്ടിൽ ലത്തീൻ സഭയിൽ ലഭിച്ചത് വിശുദ്ധ ജെറോമുമായി ബന്ധപ്പെട്ടത്. അതിനകത്ത് 12 ഫലങ്ങളെക്കുറിച്ച് പരാമർശനമുണ്ട്. അത് അങ്ങനെ പാരമ്പര്യമുണ്ടെങ്കിലും നമ്മൾ പൊതുവെ ഗ്രീക്ക് സെപ്ത്വജിന്ത് മൂലത്തിൽ നിന്നാണ് നമ്മുടെ POC ബൈബിൾ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളൊക്കെ. അതിനകത്ത് 9 ഫലങ്ങളാണ്. അവിടെ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പൊതുവെ പിന്തുടരുന്നത്. അത് വെച്ചുകൊണ്ട് ഈ 9 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഈ പെന്തക്കോസ്തായോടുകൂടെ, അതിന് മുമ്പാണേലും കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചും ഇത് കഴിഞ്ഞ് ഒരുക്കത്തിന് ഫലമായിട്ട് എന്തുമാത്രം ഈ ഫലങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്, സമർത്ഥമായിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം. അവിടെ വേണം ചെക്ക് ചെയ്യാൻ ഏത് ആത്മാവ് നമ്മൾ നയിക്കുന്നറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ പെന്തക്കോസ്ത അനന്തര ധ്യാനം ഒരു 9 ദിവസം ഈ 9 ഫലങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വലിയ അനുഗ്രഹമായിട്ട് നമുക്കതിനെ സ്വീകരിക്കാം. ഞാനതിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് 9 ഫലങ്ങളിലൂടെ കടന്നു പോകുമ്പം ആ ഫലങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കരുത്തോടെയുണ്ട്, നിറവോടെയുണ്ട്, സമൃദ്ധമായിട്ടുണ്ട്, ഇല്ല, അതിന് എതിരോടാണോ നമ്മുടെ അനുഭൂതി കാണുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് പരിശോധിച്ചിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ നമ്മളെ നയിക്കുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാക്കണം. ഇടയ്ക്ക് വെച്ച് സാത്താൻ്റെ സ്വരം ഒന്നും കയറി വരാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഒരു ധ്യാനം നമ്മളിപ്പം പെന്തക്കോസ്തായുടെ ദിവസം ഇന്ന് ഈ 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഇടുകയാണ്. തിങ്കൾ ചൊവ്വ. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി വിശുദ്ധ ഫിലിപ്പിനേരിയുടെ തിരുനാൾ ദിവസമാണ്. ഫിലിപ്പിനേരിയുടെ നമുക്ക് 26-ാം തീയതി ആയിരിക്കും ആരംഭിക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത സെഷൻ 2 ദിവസം ഗ്യാപ്പ്, നമ്മുടെ ഈ ദിവസങ്ങളിൽ ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. മാത്രമല്ല ഈ പെന്തക്കോസ്തായുടെ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗം നിങ്ങൾ 1-2 പ്രാവശ്യം കൂടി ഇരുന്ന് കേൾക്കുന്നത് നല്ലതാണ്. നാളെയോ നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ടൊന്ന് കേട്ട് ജ്വലിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം. അത് പൂർത്തിയായതിനു ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 4-ാം പ്രമാണത്തിൻ്റെ ബാക്കിയിലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വണ്ടി ഷെഡിൽ കിടക്കുമ്പോൾ ഡ്രൈവറുടെ ആവശ്യമില്ല, അല്ലേ? ഷെഡിൽ കിടക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടാക്കി വെക്കാൻ ഡ്രൈവർ വേണമെങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി പുറത്തേക്ക് കിടക്കുന്നില്ലെങ്കിൽ ഡ്രൈവർ അത് സീറ്റ് ഇരിക്കേണ്ട ആവശ്യമില്ല. വണ്ടിയോടെ എഞ്ചിൻ സ്റ്റാർട്ടായിട്ട് കിടന്നോളും, എഞ്ചിൻ ഓണായിട്ട് കിടന്നോളും. എന്നാൽ വണ്ടി പുറത്തേക്ക് ഇറക്കി വഴിയെ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഡ്രൈവർ വേണം സീറ്റിൽ. ഒരു വിമാനം പറക്കുമ്പം അത് വെറുതെ എയറോഡ്രോമിൽ കിടക്കുകയാണെങ്കിൽ പൈലറ്റ് ആവശ്യമില്ല. പക്ഷെ അത് ഓടിച്ച് പറന്ന് ഉയരാൻ തുടങ്ങിയാൽ പൈലറ്റ് വേണം. പൈലറ്റുമാര് വേണം. കൃത്യമായിട്ട് അവിടെ ഇവിടെ എല്ലാം പോകുന്ന വഴിക്കുള്ള എയറോഡ്രോം വിമാനത്താവളങ്ങളെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് കൃത്യം നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അങ്ങനെ പറന്നു പോകണം. ഒരു ശകലമ്പോൾ തെറ്റാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം ഓണായാൽ, എൻജിൻ സ്റ്റാർട്ടായാൽ, അത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയാൽ അതിന് നയിക്കൽ പ്രധാനപ്പെട്ടതാണ്. എങ്ങോട്ട് പോകുമെന്നറിയണം. ഓടുന്ന വണ്ടി അല്പം ദിശ മാറിപ്പോയാൽ വലിയ അപകടത്തിൽപ്പെടും. അതാണ് അനന്യാസ സഭ്യരായിരിക്കും പറ്റിയത്. അതാണ് അവരുടെ ആത്മീയ ജീവിതം ഓണായി, പരിശുദ്ധാത്മാവ് ഓടിക്കാൻ തുടങ്ങി. പക്ഷെ അതിനിടയിൽ അവർ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചു പോകുന്നതിന് പകരം, ഓടിക്കുന്നതിന് പകരം സാത്താൻ്റെ സ്വരം വന്നപ്പോൾ അത് വെച്ച് അല്പം ഇങ്ങോട്ട് തിരിച്ചു, വലിയ കുഴിയിൽ പോയി ചാടി. 2 പേരും തീർന്നു. വലിയ ദുരന്തമായിട്ട് കലാശിച്ചു. വിമാനം പറത്തിക്കൊണ്ട് പോകുമ്പം ചിലപ്പം തീവ്രവാദികളോ മറ്റ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പൈലറ്റിൻ്റെ പൈലറ്റിൻ്റെ ഒക്കെ ശ്രദ്ധ തിരിച്ച് വേറെ സന്ദേശം കൊടുത്തിട്ട് വിമാനം റാഞ്ചിക്കൊണ്ട് പോകാൻ നോക്കുന്നതൊക്കെ നമുക്കറിയാം. അങ്ങനത്തെ അപകടം ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുന്നു ഉറപ്പാക്കിക്കൊണ്ട് നീങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പെന്തക്കോസ്തായുടെ ദിവസമാണ്. പെന്തക്കോസ്തായുടെ ദിവസത്തിലേക്ക് വരുമ്പം നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചിരിക്കുന്ന രംഗം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നു. 14-ാം വാക്യം: ഇവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരനും പ്രാർത്ഥനയും മുഴുകിയിരുന്നു. അമ്മയോടൊപ്പമാണ് പ്രാർത്ഥന മുഴുകിയിരുന്നത്. ഇന്ന് ഈ 10-ാം ദിവസം നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന ദിവസം, പൂർത്തീകരണ ദിവസം, പെന്തക്കോസ്ത ദിവസം നമ്മൾ അമ്മയോട് ചേർന്നിരിക്കുകയാണ്. അമ്മയോട് ചേർന്ന് അമ്മയ്ക്കൊപ്പം അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പരിസരം അഭിഷേകത്തിനായിട്ട് അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഓരോ സെഷനും നമ്മൾ 3 പ്രാവശ്യം ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം എടുത്തുകൊണ്ടാണ് നമ്മൾ എന്നും ഈ സെഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാന ആശീർവാദത്തിൽ നമ്മുടെ അമ്മയുടെ വിവര ഹൃദയത്തിലേക്ക് എല്ലാ ദിവസവും നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മയോട് ചേർന്നാണ് നമ്മൾ ഈ പെന്തക്കോസ്തായുടെ ദിവസം നമ്മൾ അമ്മയെപ്പറ്റി ചിന്തിക്കുമ്പോൾ
നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ചിന്ത മാത്രം ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഈ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് ദൈവരാജ്യ ശുശ്രൂഷ ആരംഭിച്ചത്. മർക്കോസ് 1:2 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ സുവിശേഷം. ആ സുവിശേഷത്തിന് ഒരു പ്രോട്ടോ സുവിശേഷം, ഒരു ആദ്യ സുവിശേഷം വേറെ പഴയ നിയമത്തിൽ ഉണ്ടായെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രോട്ടോ ഏവങ്കേലിയോൻ, സുവിശേഷം ഏവങ്കേലിയോൻ, സദ്വാർത്ത. അതിനൊരു പ്രോട്ടോ, ഒരു ആദിമ സുവിശേഷമുണ്ട്. അത് ഉൽപ്പത്തി 3:15 വാക്യത്തിലാണ്. എന്ന് വെച്ചാൽ സർപ്പത്തോട് തമ്പുരാൻ പറയുന്നു, സ്ത്രീയുടെ സത് നിന്റെ തലയെ തകർക്കും. ഇത് ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ വിജയത്തിൻ്റെ സദ്വാർത്തയാണ്. അതിൻ്റെ ആദ്യ സൂചന നമ്മൾ ഈ ഉൽപ്പത്തി 3:15 കാണുകയാണ്. അതുകൊണ്ട് ആ ഒരു പരാമർശത്തെ, വചനത്തെക്കുറിച്ച് വിശുദ്ധ പിതാക്കന്മാർ പറയുന്നത് പ്രോട്ടോ, ആദ്യത്തെ, പ്രോട്ടോ ഏവങ്കേലിയോൻ, ആദിമ സുവിശേഷം എന്നാണ്. പിന്നെ ശരിക്കുള്ള സുവിശേഷം പോകേണ്ടത് ഈശോയുടെ വരികയാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ്. ഈ പെന്തക്കോസ്ത തിരുനാളിന് മുമ്പ് ഒരു പ്രോട്ടോ പെന്തക്കോസ്റ്റ് ഉണ്ട്, ഒരു ആദിമ പെന്തക്കോസ്ത തിരുനാളുണ്ട്. അതെവിടെയാണ്? അത് പരിശുദ്ധ അമ്മയുടെ നസ്രസിലെ കന്യകയായ മേരിയുടെ സമ്മതം നൽകലിൽ സംഭവിച്ചതാണ് ആദിമ പെന്തക്കോസ്ത. നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പം പരിശുദ്ധാത്മ ഒരു വ്യക്തിയിലേക്ക് വന്ന് നിറഞ്ഞു വസിക്കുന്നതായിട്ട് ആദ്യം കാണുന്നത് അമ്മയിലാണ്. ഹല്ലേലൂയ, 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 അമ്മയിലാണ്. ഗബ്രിയേൽ വന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ, നീ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കണം. അപ്പോൾ അമ്മ ചില സംശയങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പ്രശ്നം അറിയുന്നില്ലല്ലോ. അപ്പോൾ മലഹ പറഞ്ഞു മാതാവിനോട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ദൈവത്തിൻ്റെ ആത്മവിശ്രമം നിന്റെ മേൽ വരും, ശക്തി നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതിൻ്റെ ശക്തി. അങ്ങനെ സംഭവിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന കന്യകയുടെ പക്കലേക്ക് ഈ സ്വർഗീയ അറിയിപ്പ് വരുമ്പം അമ്മ പറഞ്ഞു, അങ്ങ് പറഞ്ഞ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ കുഞ്ഞുണ്ടാകട്ടെ എന്നുള്ളത് വരുന്നു. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ശക്തി പ്രാപിക്കുന്നല്ലേ, ശക്തി നിന്റെ മേൽ വരും, അത് സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരട്ടെ. അപ്പൊ അമ്മയുടെ സമ്മതം പറച്ചിലിന് ഒന്നാമത്തെ തരം പരിശുദ്ധാത്മാവ് വരട്ടെ എന്നാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഉദരത്തിൽ ഈശോ വരുന്നത്. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെ പെന്തക്കോസ്ത, ആദ്യം പ്രോട്ടോ പെന്തക്കോസ്റ്റ്, അതിലേക്ക് വരുന്ന അമ്മ പിന്നീട് ഇറങ്ങി തിടുക്കത്തിൽ പോകുന്നു തീഷ്ണതയോടെ ശുശ്രൂഷയ്ക്ക്. നമുക്കറിയാം എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ അതിനൊപ്പം ഒരു അടയാളം, അതോടൊപ്പം ഒരു അടയാളം അമ്മയ്ക്ക് നൽകപ്പെടുന്നുണ്ട്. സംഭവിച്ചതിനെ കുറിച്ചൊരു അടയാളം എലിസബത്തിന്റെ 6-ാം മാസം ആയിരിക്കുന്ന അവസ്ഥ, അറിയിപ്പ്, അതറിയാൻ വേണ്ടി കൂടെ അവതൃക്കത്തിൽ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അമ്മയുടെ ആദ്യ ശുശ്രൂഷ നടക്കുക, ദൈവരായ ശുശ്രൂഷ. എന്താണ്? ആ ഭവനത്തിലുണ്ടായിരുന്ന എലിസബത്തിനെയും സക്കറിയായും തീർച്ചയായിട്ടും ഉദരത്തിലെ കുഞ്ഞ് സ്നാപകനെയും പരിശുദ്ധാത്മാ അഭിഷേകം കൊണ്ട് നിറച്ചു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവിടെ ഉണ്ടായി. സ്തോത്രഗീതം, ആനന്ദം നിറഞ്ഞു, ആനന്ദം നിറഞ്ഞു, സന്തോഷത്തോടെ കുതിശിയാടി എൻ്റെ അത് ചിരിച്ചു പോലും എന്നാണ് എലിസബത്ത് പറയുന്നത്. അപ്പം ദൈവരാജ്യത്തിന്റെ ഒരു ശുശ്രൂഷ പെന്തക്കോസ്തായ്ക്ക് ശേഷം പത്രോസപ്പസ്തോലൻ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ മഹദ്രബ സഭ ആരംഭിച്ചു. സഭ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ പോലെ ഒരു ആദിമ പെന്തക്കോസ്തായും ആദിമ പ്രഘോഷണവും ശുശ്രൂഷയും അമ്മ നടത്തി. അത് എലിസബത്തിന്റെ വീട്ടിൽ, സക്കറിയയുടെ ഭവനത്തിൽ. ഇതാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ എന്നതാ ആലയമാണ്, പെന്തക്കോസ്തായുടെ മധ്യസ്ഥയാണ്. കത്തോലിക്കാ സഭയിൽ നമ്മുടെ ആത്മീയ പാരമ്പര്യത്തില് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പര്യായം പോലെ തന്നെയാണ് അമ്മ പരിഗണിക്കപ്പെടുന്നത്. അമ്മയോട് പ്രാർത്ഥിച്ച് എന്തുമാത്രം അഭിഷേകമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മുഴുവൻ കൊന്ത നമ്മളെല്ലാ ദിവസവും ചൊല്ലണം. വിശുദ്ധ ജോൺ പോൾ പാപ്പ ജപമാലയെക്കുറിച്ചുള്ള പ്രബോധന രേഖ ജപമാല വർഷത്തിൽ നൽകിയപ്പോൾ അമ്മയുടെ പള്ളിക്കൂടത്തിലിരിക്കുന്നത് നമ്മളതേപ്പറ്റി വിശദമായിട്ട് ധ്യാനത്തിൽ കണ്ടിട്ടുണ്ട്. കുറേ സെഷനുകൾ തന്നെ നമ്മൾ കാണുകയുണ്ട്. നമ്മുടെ പള്ളിക്കൂടത്തിൽ ഇരുന്നുകൊണ്ട് ഈശോയെക്കുറിച്ച് ധ്യാനിക്കുന്നു, പഠിക്കുന്നു, എല്ലാം നമുക്കതെല്ലാം ഓർമ്മിക്കാം. ഒരു മുഴുവൻ കൊന്ത എങ്കിലും ദിവസേന ചൊല്ലുന്ന ശീലം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അതൊരിക്കലും യാന്ത്രികമായി പോവുകയും ചെയ്തു, പരമാവധി ശ്രദ്ധയോടെ ചൊല്ലണം. ഒരിക്കലും ഒരു വ്യക്തി ഒരു കൗൺസിലിങ്ങിന് പോയിരുന്നപ്പം കൗൺസിലിംഗ് എടുത്ത ആള് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, കൊന്ത ചൊല്ലുന്നതിന് പോരായ്മ ഉണ്ടല്ലോ. അപ്പം മറ്റേ വ്യക്തി ഞാൻ കൊന്ത എന്നും മുഴുവൻ കൊന്ത ചെല്ലുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞാൽ മുഴുവൻ കൊന്ത ചൊല്ലുന്നുണ്ട്, പക്ഷേ അശ്രദ്ധമായിട്ട് ചൊല്ലിപ്പോകുന്നുണ്ട്. എന്താ അങ്ങനെ? അല്ല, എന്നേക്ക് കാണാൻ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത്
ഒരു കൊന്തയാണ്, മുഴുവൻ കൊന്ത, പക്ഷേ പലയിടത്തും മണികളില്ല. അപ്പം എനിക്ക് കിട്ടുന്നത് നിങ്ങൾ അശ്രദ്ധമായിട്ട് ചൊല്ലി പോകുന്നു. അപ്പം മറ്റേ ആൾ പറഞ്ഞ് ശരിയായിരിക്കും, ഞാൻ ധൃതി വെച്ച് ചൊല്ലി തീർക്കുന്നുണ്ട്. ധൃതി വെച്ച് ചൊല്ലി തീർക്കുമ്പോൾ മണികളില്ലാത്ത കൊന്ത ചെല്ലുന്നവരായി പോകും. അമ്മയ്ക്ക് അഭിവാദനം കിട്ടുന്നില്ല, യാന്ത്രികമായി പോകുന്നു. ഇവിടെ നമുക്ക് ഇന്ന് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അമ്മയുടെ ആ ഒരു സമർപ്പണം, അമ്മ അനുഭവിച്ച പന്തക്കുസ്ത, അത് പന്തക്കുസ്ത, ആ പന്തക്കുസ്ത ചൈതന്യത്തിൽ അമ്മ ഇറങ്ങി ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്, അമ്മയുടെ സാന്നിധ്യം ആ ഒരു ഭവനത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്നത്, ഇത് മുഴുവൻ ധ്യാനിച്ചുകൊണ്ട് ഈ പന്തക്കുസ്തായിൽ ഞങ്ങളുടെ ജീവിതവും ഇതുപോലെ പരിശുദ്ധാത്മാവ് നിറയാൻ, അതിന് തടസ്സമായ സകല പൈശരിക സാന്നിധ്യങ്ങൾ വിട്ടുപോകാൻ, അഭിഷേകം കൊണ്ട് കത്തി ജ്വലിച്ച് നമ്മൾ നാളെ കണ്ടതുപോലെ സാംസന്റെ കുറുനരികൾ കത്തുന്ന വാരുമായിട്ട് പൊള്ളുന്ന ചന്തിയായിട്ട് പാഞ്ഞ് ഫിലിസ്തീനയുടെ നാട്ടിൽ മുഴുവൻ തീ പിടിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ അപ്പസ്തലന്മാർ അഗ്നിതാവ് കൊണ്ട് നിറഞ്ഞിട്ട് ലോകത്തിന്റെ അതിർത്തികൾ വരെ ഓടി തീ കത്തിച്ചു. അമ്മ ഇറങ്ങി ഓടി എലിസബത്തിന്റെ വീട്ടിൽ തീ കത്തിച്ചു. അങ്ങനെ തീ കത്തിക്കുന്നവരാകാനുള്ള കൃപ നമുക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ആരാധനയിലേക്ക് കടക്കുകയാണ്, ദിവികാരുണ്യ ആരാധന. ഞാൻ പറഞ്ഞതുപോലെ നമുക്കതിനകത്ത് ആരംഭത്തിൽ നമ്മൾ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് പാടി പ്രാർത്ഥിച്ചിട്ട് ഒരു ആരാധനയുടെ ഗീതം നമ്മൾ പാടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അല്പം ഒന്ന് സ്തുതിച്ചിട്ട് നമ്മുടെ മാമോദിസായുടെ വ്രതങ്ങൾ നമ്മളൊന്ന് നവീകരിക്കുന്നു, ഒരു വിശ്വാസമണം ചൊല്ലുന്നു. എന്നിട്ട് നമ്മൾ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ പരിശുദ്ധാത്മ അഭിഷേകം നിറയുന്നത് നരകരാജ്യത്തിൻ്റെ ആധിപത്യം തകരുന്നതിൻ്റെ വലിയ അടയാളമാണ്. നമ്മളിതിൽ കണ്ടു തുറക്കുന്നുണ്ടല്ലോ, അന്ത്യകാല അഭിഷേകം. അത് ആദ്യകാല അഭിഷേകത്തിൻ്റെ പ്രാപിക്കലാണ്. ഇടയ്ക്കുള്ള കാലത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ നരകരാജ്യത്തിൻ്റെതാണ്. അതിൻ്റെ സ്വാധീനം നമുക്കെല്ലാം വന്നു പോയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും മാറ്റിക്കളയാനായിട്ട് നമ്മളൊന്ന് സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് പൗരോഹിത്യ അഭിഷേക അധികാരം നമ്മളൊന്ന് സാത്താനെ പൈശാചികളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ഇംഗ്ലീഷ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കും. അതിന് നമുക്ക് കരുത്ത് കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ വിജയസഭയുടെ സഹായം കിട്ടാൻ വേണ്ടി നമ്മൾ സകല വിശുദ്ധരുടെ ഒത്തിരി ഒന്ന് പാടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷുള്ള പ്രാർത്ഥന. എന്നിട്ട് നമ്മൾ പിന്നെ പരിശുദ്ധാത്മ അഭിഷേകം നിറയാനായിട്ട് പാടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയായിരിക്കും നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു ഇതായതുകൊണ്ട് നിങ്ങൾ ഈ മുന്നോട്ടുള്ള ബാക്കി കൂടുമ്പോൾ അതിനെ പറ്റിയ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാനായിട്ട് നോക്കണം. എല്ലാവരുടെയും കൂടെ ഇച്ചിരി വർത്തമാനം പറഞ്ഞല്ലേ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഈ ശുശ്രൂഷ ബാക്കി ഭാഗം കൂടാനായിട്ട് ശരിയാവുകയല്ല. അതുകൊണ്ട് ഒരു അരമണിക്കൂർ സമയം സ്വസ്ഥമായിട്ട് നിങ്ങളുടെ മുറിയിൽ പോയി പ്രാർത്ഥനയിരിക്കാനായിട്ട് ഒരുക്കി എടുത്തിട്ട് വേണം ഇതിൻ്റെ ബാക്കി കൂടാനായിട്ട് ഇതിനെ ഓർപ്പിക്കുകയാണ്. വീട്ടിലെല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയിൽ ബോധ്യമുള്ളവരും പ്രാർത്ഥിക്കുന്നവരുമാണെങ്കിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് കൂടുക. ബാക്കി പണി എല്ലാം മാറ്റി വെച്ചിട്ട് അരമണിക്കൂർ സമയം. അതല്ല എങ്കിൽ നിങ്ങൾ തനിച്ച് വേറെ സമയം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോരുന്ന കൂടുക. കാരണം ഇത് നേരെയുള്ള ആരാധനയാണ്. അതുകൊണ്ട് ഇപ്പോൾ ടോക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി അസ്വസ്ഥയും മറ്റു കാര്യമൊക്കെ നോക്കിക്കൊണ്ട് പോകുന്ന രീതി ഉണ്ടായിരിക്കും. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമായതുകൊണ്ടും സമയത്ത് റെക്കോർഡ് ചിലപ്പോൾ അങ്ങനെ പറ്റുള്ളൂ നമുക്ക്. പക്ഷേ ഈ അരമണി ഇനി തുടർന്നുള്ള പ്രാർത്ഥന അങ്ങനെ ആവരുത്. അതിനോട് തന്നെ വന്നിരുന്ന് കൂടാനായിട്ട് ഓർമ്മിക്കണം. അപ്പം നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കൊന്ന് കരമുയർത്തുന്ന ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. തിരുവോസ്തരൂപനായി ദൈവികാരന്റെ നാഥനായി ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്ന ഈശോയെ അങ്ങേക്ക് ആരാധന, ആരാധന. അങ്ങ് ഭൂമിയിലേക്ക് വന്ന മനുഷ്യ മക്കളെ ദൈവരാത്രിക്ക് ആനയിക്കുവാനായി ദൈവരാത്രി ശുശ്രൂഷ നിർവഹിച്ചു. കുരിശിൽ ബലിയായി അർപ്പിച്ചു. സാത്താന്റെ കെട്ടുകളെയും അവന്റെ പ്രവൃത്തികളെ മുഴുവൻ നശിപ്പിച്ചു. അങ്ങേ നിറഞ്ഞ വിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് ഞങ്ങൾ കടന്നു വരാൻ വേണ്ടി അങ്ങ് സ്വർഗത്തിലേക്ക് എന്ന് പിതാവിന്റെ വാഗ്ദാന വിശുദ്ധാത്മ ഞങ്ങൾക്ക് യാത്രയാക്കി. അങ്ങ് പോയപ്പോൾ അപ്പസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ധരിക്കുന്നവരെ നഗരം വിട്ട് പോകരുത്, പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. അപ്പസ്തലന്മാർ തീക്ഷണമായി പ്രാർത്ഥിച്ച് കാത്തിരുന്നു. 9 ദിവസം ശേഷമായ പ്രാർത്ഥനയിലൂടെ ഒരു അഭിഷേകം നിറഞ്ഞ് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ആവാസനായിട്ട് ഒരുക്കപ്പെട്ടു. വിറകടുപ്പിൽ വെച്ച് ആളി കത്തുന്നത് പോലെ അപ്പസ്തലന്മാരുടെ സ്വർഗത്തിന്റെ അഗ്നി വന്നവർ കത്തി ജ്വലിച്ചു. നല്ല ഈശോയെ, ആ പെന്തക്കോസ്ത് നാൾ ദിവസമാണല്ലോ ഇന്ന്. ഈ തിരുനാൾ ദിവസം അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രകാരം ഒരുങ്ങി വരുവാനായിട്ട് അങ്ങ് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ 9 ദിവസങ്ങൾ കർത്താവേ അങ്ങയുടെ കൂടെ ഞങ്ങളായിരിക്കുന്ന വീട്ടിലെ തിരക്കിന്റെ ജോലികളുടെയും എല്ലാ ഇടയിലും നടുവിലും ആണെങ്കിൽ പോലും അങ്ങ് ഞങ്ങളെ കാരുണ്യപൂർവ്വം വിളിച്ചു. ഞങ്ങൾക്ക് അവസരം തന്നു. കർത്താവ് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളുടെ വചനം ശ്രദ്ധിക്കുവാനും ഞങ്ങൾ തന്നെ വിശുദ്ധീകരിക്കുവാനും അരുവിക്കടുത്ത വിത്തരാണെങ്കിൽ ഉപസാരത്തിന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയാനും നല്ല ഈശോ അവസാനം ഇന്നേ ദിവസം അങ്ങയുടെ ദിവ്യകാല സന്നിധിപ്രകാരം ഒരുമിച്ചുകൂടെ ഞങ്ങളെ അനുവദിച്ചല്ലോ. നല്ല ദൈവമേ, നന്ദി, സ്തുതി, ആരാധന. ഇതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ട് എല്ലാവരെയും അങ്ങയുടെ കാര്യം ഉപകരണങ്ങളെ എല്ലാവരും ഞങ്ങളുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് ആരാധന, ആരാധന. അപ്പസ്തല സഭ മുഴുവനോട് ചേർന്ന് ആരാധന, ആരാധന. യേശുപിതാവോട് ചേർന്ന് ആരാധന, ആരാധന. ഞങ്ങൾ വിജയസഭ മുഴുവനോട് ചേർന്ന് ആരാധന, ആരാധന. സഹന സഭയിലെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാക്കളെയും കരുണയിലേക്ക് ഒപ്പം നിർത്തിക്കൊണ്ട് ആരാധന, ആരാധന. അവിടെ മേൽ കരുണയായിരിക്കണേ, കൃപയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളെ ബന്ധപ്പെട്ട കുടുംബത്തിൽ മരിച്ചുപോയ പൂർവികരോ തലമുറയിൽപ്പെട്ടവരോ ഈ നാളുകളിൽ കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വേദന മരണത്തിന്റെ വേദനകൾ അനുഭവിച്ച് ഇപ്പോഴും നൊമ്പരപ്പെട്ടിരിക്കുന്ന ആ സഹോദരങ്ങളുടെ മരണത്തിൽ കടന്നു വയ്ക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങനെ കരുണയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്ന ആരാധന, ആരാധന. സഭ മുഴുവനോട് ചേർന്ന് ആരാധന, ആരാധന. എല്ലാ ശുശ്രൂഷ സഭ അധ്യക്ഷന്മാർ ചേർന്ന് ആരാധന, ആരാധന. എല്ലാ മലാഖമാർ ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സ്തുതി, സ്തുതി, സ്തുതി. നല്ല ഈശോയെ നന്ദി, സ്തുതി, സ്തുതി. നമുക്കൊരു ആരാധന ഗീതം ശ്രദ്ധിച്ചുകൊണ്ട് ഒപ്പം പാടിക്കൊണ്ട് ദീപികാരൻ ഈശോ ഇപ്പോൾ ആരാധിക്കാം. Ara
ഈശോയുടെ ദീപികാരണ സന്നദ്ധിയിൽ നമുക്ക് ഓരോരുത്തർക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മൾ സ്വന്തം ഭവനങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അല്ല തനിച്ച് ആയിരിക്കുമ്പോൾ ഈശോയുടെ സജീവമായ യഥാർത്ഥമായ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. ഈശോയ്ക്ക് ദൂരമോ കാലമോ ഒന്നും തടസ്സമല്ലെന്ന് നമുക്കറിയാം. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർക്ക് ഉത്ഥാന ഞായറാഴ്ച രാത്രി പ്രത്യക്ഷപ്പെടുമ്പോൾ അത്താഴം കഴിഞ്ഞുള്ള സമയം, സന്ധ്യാസമയം, രാത്രി, അതേസമയം അവിടെ ദൂരെയുടെ എമ്മാവൂസിന് ക്ലയോപ്പാസിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് അപ്പം മുറിച്ച് കൊടുക്കുകയായിരുന്നു. വിശുദ്ധർ പോലും ബൈ ലൊക്കേഷൻ ഒരേ സമയം പലയിടത്ത് പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം. തമ്പുരാൻ സർവ്വവ്യാപി. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഭവനങ്ങളിൽ, നാം ആയിരിക്കുന്ന വീട്ടിൽ, മുറിയിൽ, മൊബൈൽ ഫോണിലോ ടെലിവിഷനിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിരിക്കാം നമ്മുടെ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അടുത്തുണ്ട്. നിറഞ്ഞ വിശ്വാസത്തോടെ, ഉറച്ച സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാം. എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയെ വന്നതിന് നന്ദി. എൻ്റെ വീട്ടിലേക്ക് വന്നതിന് നന്ദി. എൻ്റെ മേൽക്കൂരയ്ക്ക് കീഴെ അങ്ങേ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, എന്നിട്ടും അങ്ങ് വന്നു. നല്ല ഈശോയെ നന്ദി. ഈശോയെ അങ്ങേക്കായി എൻ്റെ ജീവിതം മുഴുവനും ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയ കത്തോലിക്ക വിശ്വാസത്തെ അവർ നന്ദി പറയുന്നു. ഈ നാളുകളിൽ പ്രത്യേകിച്ചും ഇങ്ങനൊരു ധ്യാനത്തിലൂടെ ഈ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ അനുഗ്രഹദായകമായ ദിവസത്തിൻ്റെ മുമ്പുള്ള ദിവസങ്ങൾ അങ്ങയുടെ പാദങ്ങളിരുന്ന് വചനം ശ്രദ്ധിക്കാൻ വേദനയായില്ലേ മേരി പാദങ്ങളിരുന്ന പോലെ ഞങ്ങളെ അങ്ങ് അനുവദിച്ചല്ലോ. മേരിയോട് എണീറ്റ് വാ എന്ന് പറഞ്ഞ മർത്ത ഈശ്വര പക്കൽ പരാതി പറയുമ്പോൾ അങ്ങ് വ്യക്തമാക്കി, ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, ആ നല്ല ഭാഗം മേരി തിരഞ്ഞെടുത്തു, അത് അവിടുന്ന് എടുക്കപ്പെടുകയില്ല. നല്ല ഈശോയെ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങളുടെയും ഒക്കെ ഒരുപാട് തിരക്കുകളുമായി ഭർത്തായെ പോലെ വ്യഗ്രചിത്തയും ആകുലചിത്തയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അസ്വസ്ഥപ്പെട്ട് നടക്കുകയും കൂടെയുള്ള വ്യക്തികളെക്കുറിച്ച് പരാതിപ്പെടുകയും ഭർത്താമരത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ഒക്കെ ആയിട്ട് ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഈശോയെ, അതിൻ്റെ ഇടയിൽ മേരിയെ പോലെ ഇരിക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ സാധിക്കുമായിരുന്ന പല അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ ഈ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിലും ഇതുപോലെ അങ്ങ് പക്കലേക്ക് വിളിച്ചു ഇത്ര പാദങ്ങൾ ഇരുത്തി ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ല ഈശോയെ നന്ദി. നല്ല ഈശോ അങ്ങ് തന്ന ഓരോ വചന വെളിച്ചത്തിനും നന്ദി. അങ്ങ് നൽകിയ വെളിച്ചം, വചന വെളിച്ചം ഞങ്ങൾ വിശ്വാസപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് വ്യക്തമാക്കിയല്ലോ. ഈശോയെ, വചനം കേട്ട് അതനുസരിച്ച് ജീവിതം സമർപ്പിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ അങ്ങനെയാണ്. ഈശോയെ, അങ്ങയുടെ അമ്മയായതെന്ന് പറഞ്ഞല്ല, വചനം പാലിച്ചുകൊണ്ട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനം കേട്ടപ്പോൾ സ്വന്തം പ്ലാനും പദ്ധതിയെല്ലാം മാറ്റിവെച്ചിട്ട് ആ മേരി, കന്യകയായ മേരി പറഞ്ഞു, എൻ്റെ പ്ലാനെല്ലാം പൊക്കോട്ടെ, അങ്ങ് പറഞ്ഞ പോലെ എന്നെ സംഭവിക്കട്ടെ. അപ്പോഴാണ് പെന്തക്കോസ്തായുടെ അഭിഷേകം ആദ്യമ അനുഭവമായിട്ട് മേരിയിലേക്ക് വന്നത്. അങ്ങ് കാണിച്ചു തന്നല്ലേ ഈശോയെ. ഞങ്ങൾക്കും പല സ്വന്തമായ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ ദിവസങ്ങളിൽ അങ്ങ് വചന വ്യക്തത തന്നല്ലോ. പരിശുദ്ധാത്മാവിന് നിർബന്ധിതനായി മരണത്തിലേക്ക് പോയ പൗലോസ് സുഹൃത്തുക്കളും സഹശുശ്രൂഷകരും വിശുദ്ധരായ ദൈവമക്കളും എല്ലാം തടഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്നെ തടയരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ എങ്ങോട്ട് നയിക്കുന്നു അങ്ങോട്ട് ഞാൻ പോകും, അങ്ങോട്ട് പോകാൻ എന്നെ അനുവദിക്കും. അപ്പോൾ അവർ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു. ഈശോയെ, ഞങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതിനെതിരെ മല്ലുപിടിച്ച് ഞങ്ങളുടെ ഹിതങ്ങളും താല്പര്യങ്ങളും നിറവേറ്റാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സഭയിലെ ശുശ്രൂഷകളിലേക്ക് കയറി വരുമ്പോഴും ശുശ്രൂഷകരായിട്ട് നിൽക്കുമ്പോൾ പോലും ഞങ്ങളെ തന്നെ ആഘോഷിക്കാൻ പോകാറുണ്ട്. നന്നായിട്ട് ഞങ്ങൾ വചനം പങ്കുവെക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ തലക്കനം, അഹങ്കാരം, തൃപ്തി, ആൾക്കാർ പറയുന്ന പ്രശംസ വാക്കുകൾ കേട്ട് അങ്ങനെ തൃപ്തിയെടുത്ത് പോകുന്ന അപകടം. നന്നായിട്ട് പ്രാർത്ഥന നയിക്കുമ്പോൾ, പ്രാർത്ഥന ചൊല്ലുമ്പോൾ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
കാര്യങ്ങൾ ക്രമീകരിച്ച് ശുശ്രൂഷ നിർവഹിക്കാൻ ഉള്ള പാഠവും അതിൻ്റെയൊക്കെ തൃപ്തി ഞങ്ങളുടെ തലയ്ക്കകത്ത് കയറിയിട്ട് ഈശോയെ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു പോകാറുണ്ട്. ഞങ്ങളെ ഏറ്റുപറയുന്ന കരുണയായിരിക്കണമേ. വരദാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, അഭിഷേകം നിറവിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു അങ്ങോട്ട് എത്തുക. സ്വർഗത്തില് പിതാവിൻ്റെ ഭവനത്തിൽ അബ്ബാന്ന് വിളിച്ച് ഈശ്വര കൂട്ടവകാശികളായ പിതാവിന് മക്കളായിട്ട് മാറുക എന്നുള്ള ലക്ഷ്യത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വരങ്ങൾ നിറഞ്ഞ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദർശനങ്ങൾ കിട്ടി സന്ദേശങ്ങൾ കൊടുത്ത് പ്രാർത്ഥന നയിച്ച് വചനം പങ്കുവെച്ച് പിശാചുക്കളെ ബഹിഷ്കരിച്ച് അങ്ങനെയുള്ള ആ വരങ്ങളുടെ വരദാനങ്ങളുടെ ഉപയോഗം വഴിയുള്ള തൃപ്തി മാത്രം തേടുന്നവരായി ഞങ്ങൾ അധപ്പതിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു? അപ്പോൾ പത്താടി കാറ്റത്ത് എങ്ങോട്ട് കാറ്റ് നീങ്ങിയാലും നീങ്ങുന്ന പോലെ നീങ്ങാൻ ഞങ്ങൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കേണ്ടവരാണല്ലോ. പെന്തക്കോസ്ത് ചൈതന്യം എന്ന് പറയുന്ന അന്തിമ നാളുകളാണ്, അവസാന ദിവസങ്ങൾ. അതിൻ്റെ ചൈതന്യം ആദ്യ നാളുകളുടെ ചൈതന്യമാണ്. സ്വർഗപിതാവിന് ചേർന്ന മക്കളായിട്ട് ആദ്യം എങ്ങനെ കഴിഞ്ഞോ അതുപോലെ ജീവിക്കാനുള്ള വിളിയാണത്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ദർശനങ്ങളും പ്രവചനങ്ങളും അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിന് നിറഞ്ഞുള്ള ജീവിതം, അത് തല നേരെയായ ജീവിതമാണെന്ന് അങ്ങ് ഞങ്ങൾ കാണിച്ചു തന്നു. ലോകം തലകീഴ് മറിഞ്ഞ ലോകമാണ്. സാത്താൻ തല കീഴാക്കി കളഞ്ഞു. ആത്മാവിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം ജഡത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഹവ പഴം പറിച്ചു തിന്ന സംഭവം വചനത്തിൽ പറയുമ്പോൾ അതുവഴി അവർ യാഥാർത്ഥ്യമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഞങ്ങളെല്ലാം ജഡിക മനുഷ്യരാണ്. ദൈവമേ, ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോക താല്പര്യങ്ങൾ, ജഡിക താല്പര്യങ്ങൾ, ലോകമോഹങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാമായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലും, വചനം കേൾക്കാൻ ഇരിക്കുന്നത് പോലും, ധ്യാനങ്ങൾ കൂടുന്നത് പോലും ഞങ്ങളുടെ ലൗകിക താല്പര്യങ്ങൾ, ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നേടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയിപ്പോകുന്ന ഈശോയെ ക്ഷമിക്കണമേ. ഞങ്ങളെ ഒന്ന് തല നേരെയാക്കണമേ. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യര്, തെസ്സലോനിക്കയിലെ ആൾക്കാർ അങ്ങനെ അപ്പസ്വരന്മാരെ പറ്റി പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ആ കീഴ്മേൽ മറിച്ച അപ്പസ്വരന്മാർ ആദ്യമേ സ്വയം കീഴ്മേൽ മറിഞ്ഞവരായിരുന്നു. തല അടിയിലായിരുന്ന അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ, ജഡകീയ അവസ്ഥ മാറ്റിയെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്ന ദൈവരാജ്യ അനുഭവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. അങ്ങനെ അവർ നിവർന്നു നിന്നു, ഉയർന്നു നിന്നു. നല്ല ദൈവമേ, സ്റ്റെഫാനോസ്, സ്റ്റീഫൻ അങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ വിഡ്ഢിയെ പോലെ സ്വർഗത്തിൻ്റെ മുമ്പിൽ മിടുക്കനായിട്ട് ഈശോയെ അങ്ങ് ഞങ്ങളെ നേരെയാക്കാൻ, തല നേരെയാക്കാൻ, കീഴ്മേൽ മറിക്കാൻ വന്നു. ആത്മാവിനെ തന്നുകൊണ്ട് എല്ലാവരുടെയും മേൽ ആത്മാവിനെ വർഷിക്കുന്നു. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കാൻ ഈശോയെ ഈ ദിവസങ്ങൾ തന്ന എല്ലാ ബോധ്യങ്ങൾക്കും നന്ദി. പരിശുദ്ധ അമ്മയ്ക്കൊപ്പമായിരുന്നു ഞങ്ങൾ. അമ്മയുടെ കരി പിടിച്ചുകൊണ്ട് ഞങ്ങൾ താ നിൽക്കുന്നു. അമ്മയ്ക്ക് ചേർന്ന മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അമ്മയാണല്ലോ പെന്തക്കോസ്തിന്റെ ആദ്യ അനുഭവം. 10-14 വയസ്സുള്ളപ്പം നസ്രത്തിനെ വീട്ടിൽ വെച്ച് സ്വീകരിച്ചിട്ട് സക്കറിയായുടെ വീട്ടിൽ ഇത് കൊണ്ട് കൊടുത്ത് അങ്ങനെ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ജീവിതം കൊടുത്ത് ജന്മം കൊടുത്തു. രണ്ടാമത്തെ ഒറിജിനൽ പെന്തക്കോസ്തായ അമ്മ അപ്പസ്വരന്മാരെ നയിച്ചു സഭയ്ക്ക് ആരംഭം കൊടുത്തു. അമ്മേ, യോഹന്നാന്റെ വീട്ടിൽ അമ്മയെ സ്വീകരിച്ചവർ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ എന്നും അമ്മ ഉണ്ടായിരിക്കണമേ. അമ്മയോട് ചേർന്ന് ഞങ്ങളായിരിക്കട്ടെ. സ്വർഗത്തിലെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഭയുടെ അംഗങ്ങളായിരുന്നു കൊണ്ട് ഈ ആത്മീയ വഴിയിലൂടെ ഞങ്ങൾക്ക് മുമ്പേ നിങ്ങൾ മുന്നേറി മനോഹരമായിട്ട് വിജയിച്ച് ഞങ്ങളും നിങ്ങൾക്കൊപ്പം വരാൻ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കയറി കിടക്കുന്ന സകല പൈശാചിക ചിന്തകൾ, ദൈവത്തോടുള്ള ഭയം, അകാരണമായ അകലച്ചകൾ, പ്രാർത്ഥിക്കാൻ മേലാത്ത അവസ്ഥകൾ, സാത്താൻ്റെ കെണിയപ്പെട്ടു പോയ അവസ്ഥ, അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഉണ്ടായ രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കുടുംബ തകർച്ചകൾ, ബന്ധ തകർച്ചകൾ, പാപത്തിന് അടിപ്പെട്ട് ആസക്തിക്ക് അടിപ്പെട്ടു പോയ അവസ്ഥ, ഒരുപാട് തരത്തിൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടവരാണ്, പീഡിപ്പിക്കപ്പെടുന്നവരാണ്, ദുരാത്മാക്കളാൽ പീഡനം അനുഭവിക്കുന്നവരാണ്. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ കൊച്ചുരേശ സ്വർഗത്തിലേക്ക് നോക്കി എല്ലാ വിശുദ്ധരെ നിങ്ങൾക്കുള്ള അഭിഷേകത്തിന് ഇരട്ടിപ്പങ്ക് എനിക്കിതാന്ന് പറഞ്ഞ പോലെ കൊച്ചുരേശ ഉൾപ്പെടെ സ്വർഗത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സകല പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു പോകാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ അമ്മയോടൊപ്പം മലഹവർക്കൊപ്പം ഈശോയുടെ ദിവ്യകാനസിൽ ഒരുന്ന് ചേർന്ന് ആയിരിക്കുമ്പോൾ വിശുദ്ധരെ നിങ്ങളുടെ മാതൃസ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ സകല വിശുദ്ധരുടെ ലുത്തിനിയ പാടി പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സഭയിലെ പൗരോഹിത്യ അഭിഷേകത്തിലും അധികാരത്തിലും
നമ്മുടെ മേലുള്ള സകല പൈശാചിക കെട്ടുകളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. നല്ല ഒരുക്കമായിട്ടാണ് നമ്മൾ വിശുദ്ധരുടെ സഹായം തേടുന്നത്. സഭയുടെ നിർദ്ദേശം അങ്ങനെയാണ്. എക്സോസം പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരുങ്ങണം. നമ്മൾ ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ആ ഒരുക്കം എടുക്കുകയായിരുന്നു. മധ്യകാലഘട്ടത്തിൻ്റെ നരകരാജ്യ ആധിപത്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സഭയിലെ അംഗങ്ങളായ ദൈവരാജ്യ അവസ്ഥയിലേക്ക് കടക്കുന്നതാണ് അന്ത്യകാല അഭിഷേകം. അവസാന നാളുകളുടെ അഭിഷേകം നമ്മൾ കണ്ടു. മാമോദിസയിലേക്ക് വരുമ്പോൾ സാത്താൻ്റെ അടുപ്പത്തിൽ നിന്ന് മോചനം നൽകാൻ നീ ആഗ്രഹിക്കുന്നോ ചോദിക്കും നമ്മൾ കേട്ടു. നമ്മൾ ആ ചോദ്യം ഒന്നുകൂടെ ഉത്തരം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് അതിലൂടെ കടന്നു പോകും, മാമോദിസ വാഗ്ദാനങ്ങൾ നവീകരിച്ചുകൊണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് നമുക്കിപ്പോഴും വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്ഥമായിട്ട് ഓരോരുത്തരും സാധിക്കുന്ന പോലെ ഇരുന്നോ, ഒരു മുട്ടുപത്ത് നിന്നോ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഉള്ളു ചേർത്ത് എല്ലാ വിശുദ്ധരുടെ മാധ്യസ്ഥം ഇപ്പോൾ നമുക്ക് ഈ ഗാനത്തിലൂടെ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം.
വിശുദ്ധയായ അന്നായേ, വിശുദ്ധയായ വെറോനിക്ക, വിശുദ്ധനായ ഡോൺ ബോസ്കോ, വിശുദ്ധനായ ഡോമിനിക് സാവിയോ, വിശുദ്ധനായ ഗീവർഗീസേ, വിശുദ്ധനായ പാദ്രേ പിയോ, വിശുദ്ധയായ സിസിലിയ, വിശുദ്ധയൂദ തദേവൂസേ, വിശുദ്ധനായ അന്തോനീസേ, വിശുദ്ധയായ മറിയ ഗോരെത്തി, വിശുദ്ധനായ ബെനഡിക്റ്റേ, വിശുദ്ധരക്ത സാക്ഷികളെ, വിശുദ്ധരായ സകലരുമേ, സ്വർഗനിവാസികൾ സകലരുമേ, ക്രിസ്തുനാഥ കേൾക്കണമേ, ക്രിസ്തുനാഥ കേൾക്കണമേ, ക്രിസ്തുനാഥ കേൾക്കണമേ, ക്രിസ്തുനാഥ കേൾക്കണമേ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരരെ, നമ്മൾ മാമോദീസയിൽ നടത്തിയ നമ്മുടെ ആഗ്രഹ പ്രകടിപ്പിക്കലും വ്രതങ്ങളും നമ്മളിപ്പോൾ നവീകരിക്കുകയാണ്, പുതുക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ, അവസാന നാളുകളുടെ അഭിഷേകത്തിലേക്ക് നല്ല ദൈവം നമ്മളെ സ്വീകരിച്ചത് സഭയിലേക്ക് അംഗങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ്. പത്രസഭസ്ഥലന്റെ പക്കൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന നമ്മൾ കണ്ടതാണല്ലോ, ഹൃദയം ഞുറുങ്ങി ഞങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു. പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായിട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ആ സ്നാനം കഴുകപ്പെടൽ മാമോദീസ ജ്ഞാനസ്നാനമാണ്. മാമോസമങ്ങാനായിട്ട് നമ്മൾ വരുമ്പോൾ അതുകൊണ്ടാണ് സഭ പള്ളിക്ക് പുറത്ത് വന്ന് അച്ഛൻ ചോദിക്കുന്നത്, പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അതിനർത്ഥം നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നതിനും വരെയും മധ്യകാല ദിവസങ്ങളുടെ നാരകീയ ആധിപത്യത്തിലാണ്, സാത്താന്റെ അടിമത്തത്തിലാണ്. അവിടുന്ന് മാമോദിസ വഴിയാണ് നമ്മളെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിന്റെ മക്കളാക്കുന്ന അവസാന നാളുകൾ ആവശ്യത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഓർമ്മ ആഘോഷമുള്ള തിരുനാളാണല്ലോ പന്തക്കോസ്ത. അവിടെ ഈ ദിവസം നമുക്ക് ഈ മാമോദീസായുടെ നമ്മുടെ ആ ഒരു വ്രതങ്ങൾ, നമ്മുടെ ആഗ്രഹ പ്രകടിപ്പിക്കലെല്ലാം ഒന്ന് പുതുക്കിയെടുക്കുന്നത് മനോഹരമാണ്. അച്ഛനിപ്പോൾ ആ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് നവീകരിക്കുന്നു എന്ന് ചോദിക്കും ഓരോന്നിനെക്കുറിച്ചും. അപ്പോൾ ഞങ്ങൾ നവീകരിക്കുന്നു എന്ന് നിങ്ങൾ ഉത്തരം പറയുക. അതിനുശേഷം വിശ്വാസ പ്രമാണം, ആ വിശ്വാസ പ്രമാണം അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണം
അതിൻ്റെ 12 കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുക. നമുക്ക് മാമോദീസയുടെ അനുഭവത്തെ നവീകരിച്ചുകൊണ്ട് വേണം നമ്മൾ പൈശാചികമായ ആധിപത്യങ്ങളെ സഭയുടെ നാമത്തിൽ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളോട് ചില കരങ്ങൾ നെഞ്ചോട് ഈശോ തന്നെ നോക്കിക്കൊണ്ട് മാമോദിസയിലൂടെ നമ്മൾ സഭയിലേക്ക് നല്ല ദൈവം സ്വീകരിച്ച ആ ദിവസത്തെ നമുക്കൊന്ന് ഓർമ്മിക്കാം. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നിരിക്കും, നമുക്കതേപറ്റി ഓർമ്മയില്ല, പക്ഷെ നമുക്ക് ഭാവനെ കാണാം. നമ്മളെ എടുത്തുകൊണ്ട് നിന്ന നമ്മുടെ തലതൊട്ടപ്പൻ തലതൊട്ടമ്മ അവരാരായിരുന്നു എന്ന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അവരെ നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാൻ, ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും. നമുക്ക് മാമോദിസ പരികർമ്മം ചെയ്ത് നൽകിയ ആ വൈദികൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ല, നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, മാമോദിസയിൽ നമ്മോടൊപ്പം പ്രാർത്ഥനാപൂർവ്വം പറയപ്പെട്ട കുടുംബാംഗങ്ങൾ, നമുക്ക് അവരെല്ലാം നന്ദിയോടെ ഓർമ്മിക്കാം. മാമോദിസ സഭയിൽ അംഗങ്ങളായതിനു ശേഷം നമുക്ക് ദൈവം സഭയിൽ ഒരുക്കി വെച്ച കുർബാനക്രമത്തിൽ പറയുന്ന പോലെ സകല സൗഭാഗ്യങ്ങളും സഹായങ്ങളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന സഭയിൽ അംഗത്വം. പക്ഷെ ആ സഹായങ്ങൾ സ്വീകരിക്കുന്ന എന്തുമാത്രം അലംഭാവം നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്. മാമോദിസ കിട്ടിയ സ്വർഗീയ അവകാശം എന്തേലും നമ്മൾ അവഗണിച്ചിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വില കൽപ്പിക്കാതെ നമ്മൾ ലോകത്തിൻ്റെ പുറകെ പോയിട്ടുണ്ട്, സാത്താൻ്റെ സ്വരം കേട്ട് അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ ദൈവം നൽകിയ വലിയ കൃപാവരം നഷ്ടപ്പെടുത്തിയതിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ഇനി മേലിൽ ഈ പെന്തക്കോസ്ത് നാളുടെ പ്രത്യേക കൃപയാൽ അവസാന നാളുകളുടെ അഭിഷേകത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാതെ, ഒരിക്കലും പുറത്തു പോകാൻ ഇടവരാതെ സഭയിലെ അങ്ങ് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സ്വർഗത്തിൽ ചേർന്ന മക്കളായിട്ട് സഭയുടെ വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നൊരു വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഈ മാമോദിസയുടെ ഒരു വ്രതങ്ങളെയും സമർപ്പണത്തെ എല്ലാം നമുക്ക് ഇപ്പോൾ നവീകരിക്കാം. സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ മാമോദിസയുടെ സമ്മതം നീ ഇപ്പോൾ നവീകരിക്കുന്നുവോ? ഞാൻ നവീകരിക്കുന്നു, ഉത്തരം കൊടുക്കുക. പാപവും പാപമാർഗങ്ങളും സാത്താൻ്റെ സഹായങ്ങളും ആഡംബരങ്ങളും എല്ലാം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്നുവെന്ന് നിന്റെ മാമോദിസയുടെ അവസരത്തിൽ നൽകിയ വാഗ്ദാനം നീ ഇപ്പോൾ നവീകരിക്കുന്നുവോ? ഞാൻ നവീകരിക്കുന്നു. യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് മാമോദിസയുടെ അവസരത്തിൽ നീ നടത്തിയ പ്രഖ്യാപനം ഇപ്പോൾ നീ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും കൂടെ നവീകരിക്കുന്നുവോ? ഞാൻ നവീകരിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു ഏറ്റു പറയുക. അവിടുത്തെ ഏകപുത്രൻ കർത്താവുമായ ഈശോ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ? ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവിടുന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് വരുവാനിരിക്കുന്നുവെന്നും നീ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുവോ? വിശുദ്ധ കത്തോലിക്കാ സഭയിൽ നീ വിശ്വസിക്കുന്നുവോ? പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നീ വിശ്വസിക്കുന്നുവോ? പാപങ്ങളുടെ മോചനത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ശരീരത്തിന്റെ ഉയർപ്പിൽ നീ വിശ്വസിക്കുന്നുവോ? നിത്യമായ ജീവിതത്തിൽ നീ വിശ്വസിക്കുന്നുവോ? നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. നല്ല ദൈവമേ, മാമോദിസയിലൂടെ സാത്താന്റെ സകല ആധിപത്യം ഞങ്ങളെ മോചിപ്പിച്ചെടുത്ത് സകല പാപങ്ങളും കഴുകി ഞങ്ങളെ സഭയിൽ അംഗങ്ങളാക്കി സ്വർഗത്തിന്റെ മോനാക്കി ഞങ്ങൾ തീർത്ത നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആ മാമോദിസയുടെ ആ ഒരു പുണ്യമായ ഓർമ്മയും കൃപാവരം നിറവും വീണ്ടും നവീകരിക്കുവാൻ ഇന്നേ ദിവസം പ്രകാരം അനുവദിച്ചതിനെ ഓർത്ത് നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, സഭയിൽ അംഗങ്ങളായതിനു ശേഷം തിരിച്ചറിവ് വന്നതിന് ശേഷം അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിൽ വന്നുപോയ കുറവുകൾ, പാപങ്ങൾ, വീഴ്ചകൾ, അതുവഴി നാരകശക്തികൾക്ക് അവകാശം കിട്ടിപ്പോയ അവസ്ഥ അത് മുഴുവൻ പൂർണ്ണമായിട്ട് വിട്ടുമാറി കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരും ഇപ്പം അങ്ങയുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഞങ്ങൾ നാളുകളായിട്ട് അനുഭവിക്കുന്ന അല്ല ഞങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളും അടയാളങ്ങളും അനുഭവങ്ങളും മൂലം
സംശയമുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ബോധ്യപ്പെട്ടിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളുടെയും അടിമത്തങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ഇടപെടലുകളുടെയും സകല അവസ്ഥകൾ ഞങ്ങളൊന്ന് മാറിക്കെട്ടുവാൻ സഭയിൽ അങ്ങ് നൽകിയ അധികാരത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ തന്നെ ചേർക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന എല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞ ഈശോയെ പത്രോസ് അങ്ങ് കൊടുത്ത അധികാരം കെട്ടുവാനും അഴിക്കാനും അത് സഭയിലെ പൗരോഗത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്ന മേഖലകൾ സഹോദര സഹോദരങ്ങൾ ഒരു നിമിഷം മൗനമായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് പൈശാചികമായ കെട്ടുകൾ അഴിഞ്ഞു മാറേണ്ടതായിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലായിരിക്കും ചില തർക്കദോഷങ്ങളായിരിക്കാം, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ചില എതിർ ചിന്തകളായിരിക്കാം, നിരാശയായിരിക്കാം, സാമ്പത്തിക തകർച്ചയായിരിക്കും, കുടുംബത്തിൽ മൊത്തമുള്ള ചില ഞെരുക്കങ്ങളായിരിക്കാം, കുടുംബത്തിലെ ഭിന്നിപ്പും വഴക്കാണോ അങ്ങനെ ആയിരിക്കാം, ബന്ധങ്ങൾ തകർന്ന അവസ്ഥയായിരിക്കാം, കാര്യങ്ങൾ നടക്കുന്നില്ലാത്ത അവസ്ഥയായിരിക്കാം. അതിൻ്റെ പിന്നിൽ നേരിട്ടോ അല്ലാതെയുള്ള പൈശാചികമായ സാന്നിധ്യങ്ങൾ, കണ്ണികൾ, ഒന്നാം പ്രമാണ ലംഘനങ്ങൾ ഇവിടെ നമ്മൾ തന്നെ വരുത്തി വെച്ച അവസ്ഥയായിരിക്കാം. അതെല്ലാം കർത്താവിന് മുന്നിൽ കൊണ്ടുവരാം. നമ്മുടെ പൂർവികരോ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ വഴി വന്ന് ഭവിച്ച പ്രമാണ ലംഘനങ്ങൾ, ഒന്നാം പ്രമാണ ലംഘനങ്ങൾ, ഒരു ആഭിചാര കർമ്മങ്ങൾ, ക്ഷുദ്ര പ്രയോഗങ്ങൾ വഴി വന്നതായ ഞെരുക്കങ്ങൾ, പൈശാചിക അവകാശങ്ങൾ, അവയെല്ലാം കർത്താവിന് മുന്നിൽ തുറന്നു വെക്കാം. നമുക്കെതിരെ മറ്റാരെങ്കിലും ചെയ്തതായ ആഭിചാര കർമ്മങ്ങൾ, ക്ഷുദ്ര പ്രയോഗങ്ങൾ, കൈവശമുള്ള വിഷയങ്ങൾ, അത് പിന്നെ പ്രതിരോധിക്കാൻ മാത്രമുള്ള ആത്മീയ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട് ഈശോയുടെ സംരക്ഷണം നമുക്ക് എടുക്കാൻ പറ്റാതെ പോയി, കിട്ടാതെ പോയി. പാമ്പുകളുടെ, തേളുകളുടെ, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് തന്നെ അധികാരം നൽകിയിരിക്കുന്ന ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല എന്നുള്ള ലൂക്ക 10:19 വചനത്തിൻ്റെ കരുത്ത് ഞങ്ങൾക്ക് കിട്ടാതെ പോയത് ഈശോയെ നമുക്ക് അങ്ങനെയുള്ള നിമിഷങ്ങളെല്ലാം കർത്താവ് കൊണ്ടുവരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമൂഹത്തിലെയും സഭയിലെയും ലോകം മുഴുവനിലുള്ള സകല പൈശശക്തികളെയും പ്രവർത്തനങ്ങളെയും സഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ പ്രവൃത്തികളെയും കർത്താവിൻ്റെ ശക്തമായ കരത്തിന് മുമ്പിൽ നമുക്ക് കീഴ്പ്പെടുത്താം, കുരിശിൻ്റെ മുദ്രയ്ക്ക് കീഴ്പ്പെടുത്താം. സഭയിലെ ശുശ്രൂഷയ്ക്ക് നമുക്ക് ചേർന്നേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, സ്തുതി, മഹത്വം, ആരാധന, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, സ്തുതി, നന്ദി, സ്തുതി, ആരാധന, ആരാധന, സ്തുതി, സ്തുതി, സ്തുതി. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥനയാണ്. മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥമാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് ആജ്ഞാരൂപത്തിൽ, അപേക്ഷ രൂപത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. അതേപ്പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. പൈശാചികതയ്ക്കെതിരെയുള്ള പ്രാർത്ഥനയിൽ 2 രൂപങ്ങളുണ്ട്. അപേക്ഷാ രൂപത്തിലുള്ളത് ദൈവത്തിൻ്റെ പക്കലും വിശുദ്ധരുടെ മാലാഖമാരുടെയും പക്കലും നമ്മുടെ സഹായം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ആജ്ഞാരൂപത്തിലുള്ള പൈശാചികളെ നേരിട്ട് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് സാത്താനെ നീ വിട്ടുപോവുക എന്ന് ഈശോ പറഞ്ഞ പോലെയുള്ള പറയുന്ന അധികാരത്തോടെയുള്ള പ്രാർത്ഥനകളാണ്. ഇത് രണ്ടും പ്രത്യേകിച്ച് ആജ്ഞാരൂപത്തിൽ പ്രാർത്ഥന വരുമ്പോൾ അച്ഛൻ ഇവിടെ നിന്നും ഈ കുരിശിൻ്റെ അടയാളം കൂടി ഇങ്ങനെ ആശീർവദിക്കും. അങ്ങനെ ആശീർവദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചും നിങ്ങളുടെ മേൽ തന്നെ കുരിശിൻ്റെ അടയാളം ഇങ്ങനെ വരച്ചുകൊണ്ട് തല കുനിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കണം. ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുകയും ചെയ്യുക. ഈ സമയം മുഴുവൻ ഹൃദയത്തിൽ തീക്ഷ്ണമായിട്ട് നേരിയ സ്വരത്തിലോ നിശബ്ദമായിട്ടോ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ ഈശോ തിരുനാമം ഉരുവിട്ടോ അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോ ഞങ്ങളുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ എളിയ ദാസൻ അങ്ങ് കത്തോലിക്കാ സഭയിൽ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകവും ഈ ധ്യാനകേന്ദ്രത്തിലെ നിയോഗത്തിൻ്റെ നിയമനത്തിൻ്റെ അധികാരവുമായിട്ട് ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് നിൽക്കുന്നു. ഈ കഴിഞ്ഞ പോയ 9 ദിവസങ്ങൾ കർത്താവെ ഈ മക്കള് ഉത്തരവാദിത്ത വ്യക്തികളുടെ നിയോഗം വഴിയായിട്ട് ഒരുമിച്ച് കർത്താവെ ഈ ദാസന്റെ വചന പങ്കുവെക്കൽ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങയുടെ പക്കലേക്ക് വരികയായിരുന്നല്ലോ. അങ്ങ് നൽകിയ ഈ നിയോഗമനുസരിച്ച് ഈ സമയം കർത്താവെ അങ്ങയുടെ നാമത്തിൽ മക്കളെ വലുദാസനും കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. ഈ മക്കളെ ഈ സമയം അങ്ങയുടെ മക്കളെ ഉയർത്തിക്കുന്നതായ സകല തിന്മയുടെ മേഖലകൾ, ബന്ധനങ്ങളുടെ തലങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. സമ്പൂർണ്ണ വിടുതലിലേക്കാണ് കരുണയാലും അങ്ങനെ തിരുനാമ ശക്തിയാലും ഈ മക്കളോടത്തിലും കടന്നു വരാൻ ഇടവരട്ടെ. പന്തക്കോസ്ത് നാളെ പരിശുദ്ധാത്മാവേ അങ്ങ് അപ്പസ്തലന്മാർ വന്ന് നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യങ്ങളുടെ മധ്യ വന്നു കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞ ഈശോയെ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തർക്ക് വിടുതൽ, ഹൃദയം തോന്നർക്ക് സൗഖ്യം, അന്തർക്ക് കാഴ്ച, കർത്താവിന് സ്വീകാര്യമായ മത്സരം, അവസാന നാളുകളിൽ അഭിഷേകം നൽകാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു പറഞ്ഞ ഈശോയെ ആ അഭിഷേകവും നിയമങ്ങൾ മുഴുവനും ഈശോ ശ്രോഷയുടെ ഈ മക്കൾ നിറവേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടമയോടെ തുറവയുടെ വിശ്വാസത്തോടെ സ്വീകരിക്കാനുള്ള കൃപ മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നന്ദി, സ്തുതി, ആരാധന, ആരാധന, സ്തുതി, സ്തുതി. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Glorious Prince of the celestial hosts,
Saint Michael the Archangel, defend us in the conflict which we have to sustain against principalities and powers, against the rulers of the world of darkness, against the spirit of wickedness in the high places. Come to the rescue of men whom God has created to his image and likeness, and whom he has redeemed at a great price from the tyranny of the devil. It is thou whom the Holy Church venerates as her guardian and protector, thou whom the Lord has charged to conduct redeemed souls into heaven. Pray therefore the God of peace to subdue Satan beneath our feet, that he may no longer retain men captive, nor do injury to the church. Present our prayers to the Most High, that without delay they may draw his mercy down upon us. Seize the dragon, the old serpent, which is the devil and Satan. Bind him and cast him into the bottomless pit, that he may no longer seduce the nations. In the name of Jesus Christ, our Lord and Savior, strengthened by the intercession of the Immaculate Virgin Mary, Mother of God, of the blessed Michael the Archangel, of the blessed Apostles Peter and Paul, and of all the saints, and powerful in the holy authority of our ministry, we confidently undertake to repulse the attacks and deceits of the devil. Let God arise, let his enemies be scattered. Let them that hate him flee before him. As smoke is driven away, so drive them away. As wax melteth before the fire, so let the wicked perish at the presence of God. Behold the cross of the Lord, flee bands of enemies. The Lion of the tribe of Judah, the offspring of David, hath conquered. May thy mercy, Lord, descend upon us, as great as our hope in thee. We drive you from us, whoever you may be, unclean spirits, satanic powers, infernal invaders, wicked legions, assemblies and sects. In the name and by the virtue of our Lord Jesus Christ, may you be snatched away and driven from the church of God, and from the souls redeemed by the precious blood of the divine Lamb. Cease your audacity, cunning serpent, to delude the human race, to persecute the church, to torment God's elect, and to sift them as wheat. This is the command made to you by the Most High God, with whom in your haughty insolence you still pretend to be equal. The God who will have all men to be saved and to come to the knowledge of the truth, God the Father commands you. God the Son commands you. God the Holy Spirit commands you. Christ commands you, the eternal Word of God made flesh, he who to save our race have done through your malice, humbled himself, becoming obedient and even unto death. He who has built his church on the firm rock, and declared that the gates of hell shall not prevail against her, because he dwells with her all days, even to the consummation of the ages. The hidden virtue of the cross requires it of you, as does also the power of the mysteries of the Christian faith. The glorious Mother of God, the Virgin Mary, commands you. She, who by her humility and from the first moment of Immaculate Conception crushed your proud head. The faith of the holy apostles Peter and Paul and of the other apostles commands you. The blood of the martyrs and the pious intercession of all the saints command you. Thus, cursed dragon, and you wicked legions, we adjure you by the living God, by the true God, by the holy God, by the God who so loved the world that he delivered his only Son, that every soul believing in him might not perish but have life everlasting. Cease deceiving human creatures and pouring out to them the poison of eternal perdition. Cease harming the church and hindering her liberty. Retreat, Satan, inventor and master of all deceit, enemy of man's salvation.
Cede the place to Christ, in whom you have found none of your works. Cede the place to the one holy Catholic and Apostolic Church, acquired by Christ to the price of his holy blood. Stoop beneath the all-powerful hand of God. Tremble and flee at the invocation of the holy and terrible name of Jesus Christ. This name which causes hell to tremble. This name to which the virtues, powers, and dominations of heaven are humbly submissive. This name which the cherubim and seraphim praise unceasingly repeating, Holy, 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 holy is the Lord, the God of armies. O Lord, hear my prayer, and let my cry come unto thee. May the Lord be with each and every one of us. Let us pray. God of heaven, God of earth, God of angels, God of archangels, God of patriarchs, God of prophets, God of apostles, God of martyrs, God of confessors, God of virgins, God who has power to give life after death and rest after work, because there is no other God than thee, and there can be no other. For thou art the creator of all things visible and invisible, of whose reign there shall be no end. We humbly prostrate ourselves before the glorious majesty, and we supplicate thee to deliver us from all the tyranny of the infernal spirits, from their snares and their furious wickedness. Deign, O Lord, to protect us by thy power, and to preserve us safe and sound. We beseech thee through Jesus Christ our Lord. Amen. From the snares of the devil deliver us, O Lord, that thy church may serve thee in peace and liberty. We beseech thee to hear us, that thou may crush down all enemies of thy church. We beseech thee to hear us. Hallelujah, hallelujah, hallelujah. വിശുദ്ധജലം തളിക്കുകയാണ്. നിങ്ങളുടെ വിശുദ്ധജലം വീട്ടിലുള്ളത് ഉണ്ടെങ്കിൽ എടുത്ത് നിങ്ങളുടെ മേത്തന്നെ തളിക്കുക. ഇപ്പോൾ അടുത്തില്ല എങ്കിലും പിന്നീട് നിങ്ങൾ ശുശ്രൂഷ കഴിയുമ്പോൾ എടുത്ത് നിങ്ങളുടെ മേലും ഭവനം മുഴുവനും വിശുദ്ധജലം തളിക്കുക. വിശ്വാസം ചൊല്ലിക്കൊണ്ട് അല്ല സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതി 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 സ്തുതി. ഹാല 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 ഹാല. ആരാധന ആരാധന ആരാധന. സ്തുതി സ്തുതി നന്ദി സ്തുതി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി സ്തുതി സ്തുതി സ്തുതി. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും വസ്തുവകളിലേക്കും എല്ലാം അങ്ങയുടെ ശക്തമായ കരസ്പർശം തന്നതിനെ ഓർത്ത് നന്ദി നന്ദി. ദൈവ കരത്താലാണ് അതിന് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്ന വചനം കർത്താവ് ഞങ്ങൾ നിറവേറ്റുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി സ്തുതി. ആരാധന ആരാധന ആരാധന. സ്തുതി 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 സ്തുതി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ഏതാനും നിമിഷങ്ങൾ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോ തന്നെ നോക്കിക്കൊണ്ടായിരുന്നേ. വിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പാടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദാഹത്തോടെ ആഗ്രഹത്തോടെ. കണ്ടില്ലേ, ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. അതേപ്പറ്റി പരീക്ഷ നമുക്ക് വ്യക്തമാക്കി തന്നു. ആഗ്രഹത്തോടെ ദാഹത്തോടെ അമ്മ പറഞ്ഞില്ലേ, വിശക്കുന്നവരെ തൃപ്തരാക്കി. നമുക്ക് വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ ഒരു നിമിഷം വന്ന് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം ആഗ്രഹത്തോടെ നിൽക്കാം. ഇപ്പം നമ്മൾ വിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറവനായിട്ട് ആത്മാവേ എന്നുള്ള പാട്ട് ഒന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആ കൂട്ടത്തിൽ കൂടി ഇപ്പോൾ പ്രാർത്ഥിക്കാം.
ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്മേൽ ഭരണം ചെയ്തിരുന്നു, പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്മേൽ ഭരണം ചെയ്തിരുന്നു, പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിടുന്നു, മാനവരെല്ലാം നാശത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിടുന്നു, മാനവരെല്ലാം നാശത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. Hallelujah, hallelujah, hala, 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 hala.
ആരാധന 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 സ്തുതി മഹത്വം ആരാധന സ്തുതി മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. നന്ദി സ്തുതി 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 സ്തുതി. ഹാല 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 ഹാല. നന്ദി സ്തുതി ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 സ്തുതി മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന സ്തുതി 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 സ്തുതി. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ കരങ്ങൾ, രണ്ട് കരങ്ങളും എടുത്ത് നിങ്ങളുടെ തന്നെ ശിരസിലേക്ക് ഇതുപോലെ വെക്കുക, കമഴ്ത്തി വെക്കുക. കൈവപ്പ് പ്രാർത്ഥനയുടെ അഭിഷേകം നമുക്കങ്ങനെ സ്വീകരിക്കാം. സ്വന്തം ശിരസിന് മേലെ സ്വന്തം കരങ്ങൾ വെച്ചുകൊണ്ട് ഒരു നിമിഷം അച്ഛനെ പ്രാർത്ഥിക്കുന്ന സത്യത്തിനൊപ്പം പ്രാർത്ഥിക്കുക, കൂടുകയും ചെയ്യുക. ഹാല 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 ഹാല. കർത്താവായ ദൈവമേയുടെ പൈസകത്തോരിക്കുക ആ സഭയിൽ എളിയ ദാസന് അങ്ങ് അണിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിന്റെ അഭിഷേകാധികാരം അനുസരിച്ച്, ഈ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ച് ഈശോയെ ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ ദാസൻ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. കൈവ് പ്രാർത്ഥനയുടെ അഭിഷേകം പകർന്ന് സഭയിൽ നൽകപ്പെടുന്നത് കർത്താവെ ഈ സമയത്ത് ഇവിടെ അന്വർത്ഥമാകട്ടെ, പൂർത്തീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ കൈവപ്പിന്റെ സ്പർശനം ഈ മക്കളെ കടന്നു വരട്ടെ. ഈ മക്കളുടെ മേൽ അങ്ങയുടെ പരിസ്ഥാനമാന്റെ അഭിഷേകം നിറയട്ടെ. റുഹാശക്തി റുഹാശക്തി റുഹാശക്തി. ഹാല 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 ഹാല. ദൈവശക്തി കടന്നു വരട്ടെ, ദൈവശക്തി കടന്നു വരട്ടെ. ഈ മക്കൾ ഓരോരുത്തർ ശരീരം മുഴുവനിലേക്ക്, ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്ക്, എല്ലാ പ്രവർത്തനങ്ങളിലേക്ക്, എല്ലാ അവയവങ്ങളിലേക്ക് ഹാല 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 ഹാല. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരാധന സ്തുതി ആരാധന സ്തുതി. സൃഷ്ടിയുടെ ആദ്യ അവസരത്തില് രൂപരഹിതമായ ജലത്തിന്റെ വെച്ചരിച്ചു നമുക്ക് രൂപം കൊടുത്ത ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധ റൂഹ ഈ സമയം ഈ മക്കൾ ഓരോരുത്തരുമേ കടന്നു വരട്ടെ. ഈ സഹോദരങ്ങൾ ഓരോരുത്തരുമേ കടന്നു വരട്ടെ. പ്രത്യേകിച്ച് ഈ മക്കളുടെ ശരീരത്തില് രോഗബാധിതമായ അവയഭാഗങ്ങളോ ശരീര പ്രവർത്തനങ്ങളോ താളതെറ്റിയ അവസ്ഥകളോ അവരിക്കെല്ലാം ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. സമ്പൂർണ്ണ സൗഖ്യത്തിന്റെ അനുഭവം ഈ നിമിഷം ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ, കടന്നു വരട്ടെ, കടന്നു വരട്ടെ. ഹാല 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 ഹാല. രോഗത്തിന്റെ അരുവികൾ വിട്ടുപോകട്ടെ, പൈശാചിക കളികളെല്ലാം വിട്ടുപോകട്ടെ, ശാരീരിക രോഗങ്ങളുടെ അരുവികൾ വിട്ടുപോകട്ടെ, മാനസിക രോഗങ്ങളുടെ വൈകാരിക തകർച്ചകളുടെ താളം തെറ്റലുകളുടെ പുറകിലുള്ള പൈശാചിക ആധിപത്യങ്ങൾ, കെണികൾ, സ്വാധീനങ്ങൾ സമ്പൂർണ്ണമായിട്ട് എന്നേക്കുമായിട്ട് വിട്ടുപോകട്ടെ. ഹാല 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 ഹാല. ആരാധന ആരാധന. ഈ മക്കളുടെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രാർത്ഥിക്കാൻ തടസ്സമുണ്ടാക്കിക്കൊണ്ട്, പുണ്യങ്ങളിൽ വിരോധിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട്, പാവത്തിലേക്ക് പിന്നെ വീട് പോകുന്ന അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട്, തർക്കദോഷങ്ങൾ കെട്ടിയിട്ടുകൊണ്ട് ഈ മക്കളെ ഞെരുക്കുന്നതായ സകല തിന്മയുടെ അരുവികള് പരിശുദ്ധത്തിന് വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ആവശ്യപ്പെടുന്നു. സഭയിലെ പൗരോഹിത്യ അഭിഷേകത്തിന് അധികപ്പെടുന്നു. സഭാധ്യക്ഷന്മാർ മുഴുവൻ ചേർന്ന് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ശക്തി ശക്തി ദൈവശക്തി റുഹാശക്തി. ദൈവശക്തി ദൈവശക്തി ദൈവശക്തി. ഈ മക്കളുടെ വ്യക്തിജീവിതത്തിലേക്ക്, ജീവിത പരിശ്രമങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, ആത്മീയ പരിശ്രമങ്ങളിലേക്ക്, ആത്മീയ ആവശ്യങ്ങളിലേക്ക്, സാമ്പത്തിക കുടുംബ സാമൂഹിക മേഖലകൾക്ക് എല്ലാം വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദാഹത്തോടെ വിളിക്കുന്നു. റുഹാശക്തി റുഹാശക്തി റുഹാശക്തി. ഹാല ഹാല ഹാല. ദീപികയുടെ യോഗ്യതയാല് അമ്മയുടെ ഇടപെടൽ മധ്യസ്ഥം വഴിയായിട്ട്, എല്ലാ മാലാഖമാരുടെ ഇടപെടൽ വഴി, എല്ലാ വിശുദ്ധരുടെ സഹായം വഴി എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ, രോഗങ്ങളെല്ലാം മാറട്ടെ, തകർച്ചകളെല്ലാം വിട്ടുപോകട്ടെ, തടസ്സങ്ങളെല്ലാം വിട്ടുപോകട്ടെ. ദൈവശക്തി അവസാന നാളുകളുടെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ. ഹാല 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 ഹാല. ഈ സമയം ഈ മക്കൾ ഓരോരുത്തരും തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് ദാഹിച്ച് അങ്ങനെ പക്കൽ വെക്കുന്ന നിയോഗ മേഖലകളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക്, അധ്വാന തലങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ രോഗികളിലേക്ക്, മരണാസനിലേക്ക്, വിഷമിക്കുന്നവരിലേക്ക്, ഒറ്റയ്ക്കായി പോയവരിലേക്ക്, നിരാശകേട് വരുന്നവരിലേക്ക്, തർക്കദോഷം അടിപ്പെടുന്നവർക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹാല ഹാല. നന്ദി 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 സ്തുതി സ്തുതി സ്തുതി. ഹാല 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 ഹാല. പ്രാർത്ഥനാവരം ജ്വലിക്കട്ടെ, പ്രാർത്ഥനാവരം ജ്വലിക്കട്ടെ, ഭാഷാവരം ജ്വലിക്കട്ടെ, സ്തോത്രഗീത അഭിഷേകം ജ്വലിക്കട്ടെ. ഹാല 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 ഹാല.
ശിരസിന്റെ കൈ എടുത്തുകൊണ്ട് കൈ അടിച്ചുകൊണ്ട് സ്തുതിക്കാം. പ്രാർത്ഥനാപരം ഭാഷാപരം ഈ മക്കളെ ജ്വലിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങളെല്ലാം വിട്ടുപോകട്ടെ. ക്രിസ്ത്യാനിമാരുടെ ഫലങ്ങൾ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ക്ഷമ, ദയ, നന്മ, സഹിഷ്ണുത, ആത്മ, സംയമന, സമത എല്ലാം നിറയട്ടെ, വിശ്വാസം നിറയട്ടെ. കുടുംബബന്ധങ്ങളെല്ലാം മനോഹരമാകട്ടെ. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ആഴപ്പെട്ട ലയമുണ്ടാവട്ടെ. മാതാപിതാക്കളും മക്കളുടെ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങളില് വലിയ ദൈവരാജ്യ അഭിഷേകം നിറയട്ടെ. ഇവിടെ ഭവനങ്ങളിൽ അഭിഷേകം നിറയട്ടെ. സാമ്പത്തിക സാമൂഹിക എല്ലാ തരങ്ങളിലും അഭിഷേകം നിറയട്ടെ. ആത്മീയ മേഖല ഉജ്ജ്വലിക്കട്ടെ. സ്റ്റീഫനെ പോലെ മാലാഖയ്ക്കടുത്ത മുഖത്തോടുകൂടെ ഏത് സഹനത്തിന്റെയും ഞെരുക്കത്തിന്റെയും ശത്രുക്കളുടെ നടുവിലേക്ക് നിൽക്കുന്ന കൃപ ലഭിക്കട്ടെ. പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട് സകല കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. വെറുപ്പിന്റെ, വാശിയുടെ, വൈരാഗ്യത്തിന്റെ, വിമർശനത്തിന്റെ, പഴിക്കലിന്റെ, കുറ്റപ്പെടുത്തിന്റെ അരുവിയുടെ കൂട്ടുവിട്ട് വിട്ടുപോകട്ടെ. കൂട്ടമായി വിട്ടുപോകട്ടെ. കെട്ടുവിട്ട് പൊട്ടിപ്പോകട്ടെ. അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രഗീത അഭിഷേകം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. നന്ദി, നന്ദി, നന്ദി. ഈ ദിവസങ്ങൾ മുഴുവൻ ഓർത്ത് നന്ദി, മണിക്കൂറുകൾ ഓർത്ത് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 സ്തുതി, സ്തുതി, സ്തുതി. നന്ദി, സ്തുതി, മഹത്വം, ആരാധന, ആരാധന, സ്തുതി, സ്തുതി, സ്തുതി. ഈശോയെ ആരാധന, സ്തുതി, ആരാധന, സ്തുതി. നന്ദി, സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നന്ദി, 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 നന്ദി. സ്തുതി, സ്തുതി, സ്തുതി. ആരാധന, നന്ദി, സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, സ്തുതി, സ്തുതി, സ്തുതി. നമുക്ക് ദീപികാൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഇപ്പോൾ പാടിയൊരുങ്ങാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.